Hello friends, welcome back to Don't Learn English, Live It. Today's topic of discussion is passive transformation or passivization. In other words, we are going to explore how sentences in the active voice are transformed into the passive voice. Actually, we are going to master the art of passivization. Perhaps you have been studying passivization for so many years, for a long time. But in this session, you are going to master it in 15 minutes. What a difference! Many years, that means 6 or 7 years in 15 minutes. So you see, ഈ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 4 വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. നോക്കൂ, ഇപ്പോ 4 ടെൻസുകളുടെ കൺസ്ട്രക്ഷൻ യൂസസ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. യൂസസിന് നമ്മൾ അടുത്ത വീഡിയോസ് ഉണ്ട്. കൺസ്ട്രക്ഷൻ മാത്രമാണ്. നോക്കൂ, ഹി ഡസ് ഇറ്റ് എവറി ഡേ. ഇതിൽ ഓരോരുത്തരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സബ്ജക്റ്റ് ഇത് വെർബാണ്, പ്ലസ് പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഇത് ഇറ്റ്, ഇതിൽ ഒബ്ജക്റ്റ് ആണ്. എവറി ഡേ എന്ന് പറയുന്നത് നോക്കൂ, എവറി എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്, ഡേ എന്ന് പറയുന്നത് നൗൺ ആണ്. അതിവിടെ ഒരു adverb ആയിട്ട് ഫങ്ഷൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ തൽക്കാലം എവറി ഡേ ഇവിടെ ഒഴിവാക്കുകയാണ്, ഇങ്ങനെ നിർത്തിയിരിക്കുക. ഹി ഡസ് ഇറ്റ്. നോക്കൂ, ഇനി ഞാൻ ഒരു സെന്റൻസ് എഴുതുകയാണ്. ഹി ഈറ്റ്സ് മീറ്റ്. സെയിം പാറ്റേൺ. ഹി സബ്ജക്ട്, ഇതിന് നമ്മൾ NP1 എന്ന് പേരിട്ടു. നൗൺ ഫ്രേസ് 1. ദിസ് ഈസ് ഈറ്റ് പ്ലസ് യെസ്, സിമ്പിൾ പ്രസന്റ്, പറയേണ്ട കാര്യമില്ല. ഈറ്റ് പ്ലസ് പ്രസന്റ് ആണ്. ആൻഡ് ദെൻ മീറ്റ് ഈസ് NP2 ആണ്, നോൺ ഫ്രേസ് 2. നോക്കൂ, ഇതിന്റെ മലയാളം. അവൻ ഇറച്ചി തിന്നുന്നു. 3 വാക്കുകൾ ഇവിടെയുണ്ട്. ഒരേ തരത്തിലുള്ള വാക്കുകളാണ്. അവൻ ഇവിടുണ്ട്, തിന്നുന്നു ഇവിടുണ്ട്. സിന്റാക്സിൽ വേർഡ് ഓർഡറിൽ മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇറച്ചി ഇത് ഇവിടുണ്ട്. തിന്നുന്നു എന്നത് തിന്ന് പ്ലസ് ഉന്നു ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നതാണ് ഈറ്റ് പ്ലസ് യെസ്. അപ്പൊ ഈ യെസ് ഒന്നുവിന്റെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്. തിന്ന് എന്ന് പറയുന്നത് ഈറ്റ് ആണ്, യഥാർത്ഥത്തിൽ ടു ഈറ്റ് ആണ്, ടെൻസ് ഇല്ലാത്ത വെർബാണ്. അതിന്റെ കൂടെ എസ് ചേർന്നു, എസ് ചേർന്നപ്പോൾ അത് ഈറ്റ്സ് ആകുന്നു. ഇവിടെ തിന്ന് പ്ലസ് ഒന്ന് ഇതാ തിന്നുന്നുമായി, ഇവിടെ അത് ഈറ്റ്സ് ആയി. ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത് നമ്മള് ഈ മലയാളം സെന്റൻസിലേക്ക് വരികയാണ്. ഇറച്ചി തിന്നുന്നു. തിന്നുന്നു എന്ന ആ വേർഡിനെ, ആ ക്രിയയെ പ്രസന്റ് ടെൻസ് ആണ്. അതിനെ നിങ്ങൾ 2 ആക്കിയാൽ നിങ്ങൾക്ക് തിന്ന് പ്ലസ് ഉന്നു എന്നുണ്ട്. ഇനി തിന്നു എന്നാണെങ്കിലോ തിന്നു, തിന്ന് പ്ലസ് ഉ. തിന്നുമാണെങ്കിലോ തിന്ന് പ്ലസ് ഉ. ഒന്ന് പ്രസന്റ് ആണ്, തിന്നു പാസ്റ്റ് ആണ്, തിന്നും ഫ്യൂച്ചർ ആണ്. നിങ്ങൾ ഈ സെന്റൻസ് ഇല്ലെങ്കിൽ ഈ വേർബിനെ പാസീവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പാസീവ് ആക്കണമെങ്കിൽ, അവൻ ഇറച്ചി തിന്നുന്നു, ഇത് ആദ്യം എടുക്കാൻ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? തിന്ന് പ്ലസ് ഒന്ന് നിങ്ങൾ 2 ആക്കി എഴുതിയതിനു ശേഷം നിങ്ങൾ അതിന്റെ ശബ്ദം ചേർത്തു. തിന്ന് പ്ലസ് ഫെഡ് പ്ലസ് ഒന്ന്. യു ഗെറ്റ് തിന്ന് പെടുന്നു. അപ്പൊ അത് പാസീവായി. ഇറച്ചി അവനാൽ തിന്നപ്പെടുന്നു. ഇനി തിന്നു എടുക്കൂ. തിന്ന് പ്ലസ് ഇവിടെയും ഞാൻ പെട് ചേർക്കുന്നു. പെട് പ്ലസ് ഉ, നിങ്ങൾക്ക് തിന്നപ്പെട്ടു കിട്ടുന്നു. യു ഗെറ്റ് തിന്നപ്പെട്ടു. അപ്പൊ തിന്നപ്പെടുന്നു, തിന്നപ്പെട്ടു. ഇനി ഇതിലേക്ക് എടുക്കൂ. തിന്ന പ്ലസ് ഉം, ഇതിനിടയിൽ നിങ്ങൾ പെട് ചേർക്കൂ. യു വിൽ ഗെറ്റ് തിന്നപ്പെടുന്നു. എന്താണ് നിങ്ങൾ എത്തിയ ഒരു നിഗമനം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മതി, അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി ദാറ്റ് പെഡ് ഇസ് ദി കീ വേർഡ് ഹിയർ, അല്ലെ? പാസീവ് ആക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട വേർഡ് എന്ന് പറയുന്നത് പെഡ് ആണ് മലയാളത്തിൽ. അപ്പോ 3 മലയാളം സെന്റൻസുകളെയും ഒന്ന് പാസീവ് ആക്കി ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് ശീലിച്ചു നോക്കൂ. അത് അവൻ ഇറച്ചി തിന്നുന്നു. ഇറച്ചി അവനാൽ തിന്നപ്പെടുന്നു. ഒരാൾ എന്ന ശബ്ദമുണ്ട്.
ആൽ എന്ന് പറയുന്നത് പ്രയോജിക വിഭക്തി എന്ന് പറയും. ആൽ അതൊരു ഏജന്റ് തന്നെയാണ്, ആക്ഷന്റെ ഏജന്റാണ്, ഏജന്റ് ഓഫ് ആക്ഷൻ ആണ്. നോക്കൂ, പിന്നെ വരുന്നത് അവൻ, അവനാൽ അല്ലെ എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. ഇറച്ചി തിന്നുന്നു, അവനാൽ. ഇറച്ചി തിന്നപ്പെടുന്നു, അവനാൽ. ഇറച്ചി തിന്നപ്പെട്ടു, അവനാൽ. അല്ലെങ്കിൽ അവനാൽ ഇറച്ചി തിന്നപ്പെട്ടു, അവനാൽ ഇറച്ചി തിന്നപ്പെടും, അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി, പെട് എന്നൊരു ശബ്ദമാണ് മലയാളത്തിൽ ഏതൊരു വെർബിനെയും നമുക്ക് മാറ്റുന്നത്. നമ്മളിപ്പോ സ്ട്രക്ചറിങ് മാത്രമേ പഠിക്കുന്നുള്ളൂ. We are not going to discuss the difference between transitive and transitive. അതൊന്നും നമ്മളിപ്പോ നോക്കുന്നില്ല. നോക്കൂ, ഒരു ട്രാൻസിറ്റീവ് വെർബിന്, ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉള്ള ഒരു വെർബ് എന്ന് മാത്രം തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ടേക്സ് എ ഡയറക്റ്റ് ഒബ്ജക്ട്, ഇത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസിറ്റീവ് വെർബുകൾ മീൻസ് സകർമ്മക ക്രിയ എന്ന് മലയാളത്തിൽ പറയും. കർമ്മമുള്ള ക്രിയ, ഒബ്ജക്റ്റ് ആണ് കർമ്മം, അല്ലെ. മലയാളത്തിലും ഇംഗ്ലീഷിലും അത് ഒരുപോലെ തന്നെയാണ്. ചില വെർബുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഗീവ് എടുക്കും, ഐ ഗീവ് ഹിം എ ബുക്ക്. ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും. ഇതൊക്കെ ഇവിടെ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. ഈ പെട് ശബ്ദത്തെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പോവാണ്. മലയാളത്തിലെ പെട്. ഇംഗ്ലീഷിന് ഇതിന് തുല്യമായ ഈക്വൽ ആയിട്ടുള്ള ഒരു പദമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. An equal term, is there an equal term? That means a term or word that functions as ped in മലയാളം. മലയാളത്തിൽ പെട് പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടോ ഇല്ലയോ, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഉണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. It is been, B-E-E-N. You know, been is the past participle of be, to be. പ്രൈമറി ഓക്സിലിയറീസ് അറിയാവുന്നവർക്കെല്ലാം നമുക്ക് നമ്മുടെ ക്ലാസ് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഉണ്ടാവും പോകുന്നില്ല. ബി പ്ലസ് എൻ ആണ്. ബി പ്ലസ് എൻ. എൻ ശബ്ദം ഞാൻ പരിചയപ്പെടുത്തി തന്നിരുന്നു. അത് മനസ്സിലാകാതെയും നിങ്ങൾക്ക് ഈ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ബി പ്ലസ് എൻ. അപ്പോ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പഴയ വീഡിയോസ് കണ്ടേ തീരുള്ളൂ. നോക്കൂ, അപ്പോ ബീൻ എന്ന് പറയുന്നതാണ് എന്തിനു തുല്യം? പെട് മലയാളത്തില്. ഇനി ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ മലയാളത്തിൽ ഹൗ പെട് വർക്ക്സ് ഇൻ മലയാളം, ഇൻ മലയാളം സെന്റൻസ് നമ്മൾ കണ്ടതാണ്. സോ ലെറ്റ്സ് സീ ഹൗ ബീൻ വർക്ക്സ് ഇൻ an English sentence. ഡിഫറൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. Is there any difference between മലയാളം and English? I mean basic difference. അപ്പോ സി, തിന്ന് പ്ലസ് പെട് പ്ലസ് ഉന്നു സമം തിന്നപ്പെടുന്നു. ഇനി നമ്മൾ ഈറ്റ്സ് എടുക്കാൻ പോവാം. He eats meat. നോക്കൂ, ഈറ്റ്സ് എന്ന് പറയുന്ന ഈ വെർബിനെ നിങ്ങൾ രണ്ടാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈറ്റ് പ്ലസ് എസ് ആണ്. എസ് മീൻസ് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, ഡൗട്ടില്ല. ഇതിന്റെ മുന്നിൽ, ഈ വെർബിന്റെ മുന്നിൽ നിങ്ങൾ ബീൻ ചേർക്കും. ബീൻ പ്ലസ് ഈറ്റ് പ്ലസ് പ്രസന്റ്, PRESENT. കാരണം ഈറ്റ് പ്ലസ് പ്രസന്റ് ആണ് ദൈ കിടക്കുന്നത്. ഇത് ബീനാണ്. ഇങ്ങനെ നിങ്ങൾ ഇതുപോലെ നിരത്തി വെച്ചാൽ നോക്കൂ, ബീനിൽ ഉള്ളിലുള്ള എൻ ശബ്ദം, ദിസ് എൻ, ഈ എൻ ഉണ്ടല്ലോ, എൻ ഒരു മോഫ്യമാണ് യഥാർത്ഥത്തിൽ. ഈ എൻ നേരെ ഈറ്റിലേക്ക് ചെല്ലും. അപ്പൊ അത് ഇറ്റ് ബിക്കംസ് ഈറ്റൺ, ഈറ്റൺ ആയി തീരും. ഇനി ബാക്കി ആരൊക്കെ ഉണ്ട്? ബി പ്ലസ് പ്രസന്റ്. ഈ പ്രസന്റ് നേരെ ബിയിലേക്ക് വരുന്നു. പ്രസന്റ്, ബിയുടെ പ്രസന്റ് ഫോംസ് യു നോ വെരി വെൽ. ആം, ഈസ്, ആർ. ഇത് നമുക്ക് ഇതിന്റെ സബ്ജക്റ്റ് ആകാൻ പോകുന്നത് മീറ്റ് ആണ്. ഇതിന്റെ ഗ്രാമറ്റിക്കൽ സബ്ജക്റ്റ് ആണ് മീറ്റ്. ഇത് NP1 ആണ്, ഇത് NP2 ആണ്. ഇത് വെർബാണ്, വെർബ് പ്ലസ് ടെൻസ് ആണ്. ഈ NP2 ആദ്യം വരുന്നു മീറ്റ്. മീറ്റ് തിരഞ്ഞെടുക്കുന്നത് സിംഗുലർ ആണ്, ഈസിനെ ആയിരിക്കും. മീറ്റ് ഈസ് ഈറ്റൺ ബൈ ഹിം. മീറ്റ് ഈസ് ഈറ്റൺ ബൈ ഹിം. ഇതിന്റെ ട്രാൻസ്ലേഷൻ നോക്കൂ. ഈറ്റൻ തിന്നപ്പെട്, ഈസ് ഒന്നു തിന്നപ്പെടുന്നു. അപ്പൊ ഇറച്ചി തിന്നപ്പെടുന്നു അവനാൽ. ഇതാണ് ഈ സിസ്റ്റം. അപ്പോ ഇതിന് ഇവിടെ മാത്രമേ ഉള്ളൂ, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രമേ ഉള്ളൂ അല്ലെ എന്ന് നമുക്ക് സംശയം തോന്നാം. നോ, ഇറ്റ് വർക്ക്സ് എവ്രിവെയർ. അപ്പൊ ഒരു സെന്റൻസ് പാസീവ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ നോക്കൂ, ഇതാണ് ഏറ്റവും നല്ല അടയാളം. അതിനകത്ത് ബീനിന്റെ സാന്നിധ്യമുണ്ടോ? സി വെദർ ദി പ്രസൻസ് ഓഫ് ബീൻ ഈസ് ദെയർ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി ഇൻ ദി പാസീവ് വോയിസ്. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, അടുത്ത് നമ്മൾ നോക്കുന്നത്, അപ്പോ ഹി ഡസ് ഇറ്റ് എന്ന ക്രിയയുടെ പാസീവിലേക്ക് ഇനി നിങ്ങൾ വരൂ. എത്ര എളുപ്പം നിങ്ങൾക്ക് ചെയ്യാനാവും. ഹി ഡസ് ഇറ്റ് നമ്മുടെ മോഡൽ സെന്റൻസ് ആണ്. ഹി ഡസ്, ഹി ഡസ് ഇറ്റ്. ഡസ്, ഡു പ്ലസ് പ്രസന്റ്.
then been. N ആരുടെ അടുത്തേക്ക് പോകുന്നു? goes to do. You get done. Present goes to be. Am, is, are. It ഇവിടെ വരുന്നു. It ചൂസ് ചെയ്യുന്ന ആരെയാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. It is done. അല്ലെ? ഇനി ഒരു പ്രിപ്പോസിഷൻ ആണ്. ഏത്? ഏജന്റ് ആരാണ്? ഏജന്റ് ഫാക്ഷൻ കാണിക്കാനാണ്. അതിന്റെ ഒബ്ജക്റ്റ് ആയി ഈ സബ്ജക്ട് വരുന്നു. him. By him. അപ്പൊ by is a preposition. അല്ലെ? നോക്കൂ, ഹിം അതിന്റെ ഒബ്ജക്റ്റ്. ഈ ഹി ഒബ്ജക്ട് ഫോം ആകുമ്പോൾ ഹിം ആകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി സെന്റൻസ് പറയൂ. ഇറ്റ് ഈസ് ഡൺ ബൈ ഹിം. ഇറ്റ്സ് ഡൺ ബൈ ഹിം. ഇനി എല്ലാ സെന്റൻസും പറഞ്ഞു നോക്കൂ. ഹി ഡസ് ഇറ്റ്. ഹി ഡസൻറ്റ് ഡു ഇറ്റ്. ഡസ് ഹി ഡു ഇറ്റ്? ഹൗ ഡസ് ഹി ഡു ഇറ്റ്? ഓർ വൈ ഡസ് ഹി ഡു ഇറ്റ്? ഓർ ഹൗ ഓഫൻ ഡസ് ഹി ഡു ഇറ്റ്? ഒരു സെന്റൻസ് കൂടെ കൂട്ടിച്ചേർന്നു. ഇറ്റ് ഈസ് ഡൺ ബൈ ഹിം. ഇറ്റ് ഈസ് ഡൺ ബൈ ഹിം. അപ്പൊ എത്ര അനായാസം നിങ്ങൾക്ക് സെന്റൻസിന്റെ സ്ട്രക്ചേഴ്സ് എല്ലാം പഠിക്കാം. ഇനി നിങ്ങൾ ടെൻസിന്റെ ഉപയോഗത്തെ പറ്റി ഒരു ചർച്ച നമ്മൾ പിന്നീട് നടത്തുമ്പോൾ, അടുത്തൊരു വീഡിയോയിൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സെന്റൻസ് യു വിൽ ബി ഏബിൾ ടു ജനറേറ്റ് സെന്റൻസസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു എന്തുണ്ട്? ഒരു കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്. ഇത് പ്രോസസ് ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ വെറുതെ പഠിക്കുകയല്ല, ലേൺ ചെയ്യല, അല്ലെ? നോക്കൂ, യു ലിവ് ഇറ്റ്. ആക്ച്വലി നിങ്ങൾ അതിൽ ജീവിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കുകയാണ്. വി ആക്ച്വലി മേക്ക് യൂസ് ഓഫ് അവർ ലോജിക്, അവർ എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. അപ്പൊ ലോജിക്കിന് ഒരു നല്ല സ്ഥാനമുണ്ട്, അല്ലെ? ലോജിക് ആക്ച്വലി പ്ലേസ് എ വെരി വൈറ്റൽ റോൾ ഇൻ ലാംഗ്വേജ് ലേണിംഗ്, ഇൻ ലാംഗ്വേജ് എക്സിഷൻ. മനസ്സിലായില്ല? നമ്മുടെ മനുഷ്യന്റെ ഒരു കഴിവല്ലേ ലോജിക്കലി ചിന്തിക്കാൻ കഴിയുക. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നോക്കൂ, നമ്മുടെ സെന്റൻസുകളിൽ ഇപ്പൊ ഹി ഡസ് ഇറ്റ് എവരി ഡേ. അടുത്തത് ഹി ഡസൻറ്റ് ഡു ഇറ്റ് എവരി ഡേ. Does he do it every day? How often does he do it? And the last one is it is done by him. ഇനി നമുക്ക് ഇതിന്റെ ചോദ്യമാകാം. ഇതിന്റെ ചോദ്യമാകാൻ എന്തെങ്കിലും പാടുണ്ടോ നോക്കൂ. ഇതിൽ ടെൻസ് ബെയറിംഗ് വെർബിന് മുന്നിലിട്ടാൽ മതി. ഈ തിയറി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സെന്റൻസ് എന്തായി? Is it done by him? Is it done by him? So he does it. He doesn't do it. Does he do it? Why does he or how does he do it? And then it is done by him. Then ഈസ് മുന്നിലിട്ട് പറഞ്ഞു നോക്കൂ. ഈസ് ഇറ്റ് ഡൺ ബൈ ഹിം? അയാളാൽ ഇത് ചെയ്യപ്പെടുന്നുണ്ടോ? ചോദ്യം. ഇനി ഹൗ ഈസ് ഇറ്റ് ഡൺ ബൈ ഹിം? എങ്ങനെയാണ് അയാളാൽ ഇത് ചെയ്യപ്പെടുന്നത്? ക്വസ്റ്റ്യൻ ഫോർമേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എല്ലാ സെന്റൻസുകളും എന്ന് പറയൂ. ഹി ഡസ് ഇറ്റ് എവരി ഡേ. ഹി ഡസൻറ്റ് ഡു ഇറ്റ് എവരി ഡേ. ഡസ് ഹി ഡു ഇറ്റ് എവരി ഡേ? ഹൗ ഡസ് ഹി ഡു ഇറ്റ്? അല്ലെ? എങ്ങനെയാണ്? അല്ലെങ്കിൽ ഹൗ ഓഫൻ ഡസ് ഹി ഡു ഇറ്റ്? അവിടെ എവരി ഡേ വരികയാണെങ്കിൽ ഹൗ ഓഫൻ ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകാം, ഓർ വെൻ ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ഇനി പാസീവ് പറയൂ. ഇറ്റ് ഈസ് ഡൺ ബൈ ഹിം. ഈസ് ഇറ്റ് ഡൺ ബൈ ഹിം? വൈ ഇസ് ഇറ്റ് ഓർ ഹൗ ഈസ് ഇറ്റ് ഡൺ ബൈ ഹിം? ഇപ്പൊ എത്ര സെന്റൻസ് ആയിരുന്നു നോക്കൂ. ഇതുപോലെ എല്ലാ ടെൻസുകളിലും, എല്ലാ ടെൻസിനും പാസീവ് ഇല്ല എന്ന് ഓർക്കണം. നോക്കൂ, നിങ്ങൾ മാറ്റാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എത്ര സെന്റൻസുകൾ, കറക്റ്റ് സെന്റൻസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ലാംഗ്വേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത തന്നെ ഇതാണ്. നോക്കൂ, ചെറിയ ഇൻപുട്ടിൽ നിന്ന് വലിയ ഔട്ട്പുട്ട് ഉണ്ടാകുന്നതാണ്. ഒരു സെന്റൻസിന്റെ വ്യക്തത, നിങ്ങൾ സെന്റൻസിൽ വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിന് യു ക്യാൻ പ്രൊഡ്യൂസ്, യു ക്യാൻ ജനറേറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെന്റൻസസ്. അതാണ് ഭാഷ. ഒരുപാട് പഠിക്കണ്ട, പക്ഷെ പഠിച്ചത് കൃത്യതയുടെ നോക്കൂ, നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഇൻപുട്ടാക്കി, കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്, അല്ലെ? അതാക്കി അതിനെ ഒരു ഇൻടേക്ക് ആവണം. അത് പ്രോസസ് ചെയ്ത് ഇൻടേക്ക് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോയാൽ മാത്രം മതി. നിങ്ങൾ ഈ വീഡിയോ വഴി തന്നെ നോക്കൂ, നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനാവും. മനസ്സിലല്ലേ? നോക്കൂ, അധികം താമസിയാതെ തന്നെ നോക്കൂ. ഇനി നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എടുക്കുന്നു. ഒരു ടെൻസ് കൂടി ഞാനിതിൽ പറയും. ഹി ഈസ് ഡൂയിങ് ഇറ്റ് നൗ. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നും നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാകുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാനാവും. അപ്പൊ ഇവിടുത്തെ വെർബ് ഈസ് ഡൂയിങ് ആണ്. ഈസ് ടെൻസ് വെർബാണ്, ഓക്സിലിയറി ആണ്, ടെൻസ് ഓക്സിലിയറി ആണ്. അത് പ്രസന്റിനെ കാണിക്കുന്നു. ഡൂയിങ് ഇങ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആസ്പെക്ട് ആണ്, കണ്ടിന്യൂസ് ആസ്പെക്ട് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. വെർബിൽ ഇത് സിമ്പിൾ അല്ല, രണ്ട് പാർട്ട് ഉണ്ട്. ഈസ് പ്ലസ് ഡൂയിങ്. ഇത് പ്രസന്റും ഇത് കണ്ടിന്യൂസ്. നിങ്ങൾ ഇതിനിടയിൽ ബീൻ ചേർക്കുന്നു. ഈ വെർബിന് മുന്നിൽ വേണം ബീൻ ചേർക്കാൻ. അപ്പൊ ഈസ് പ്ലസ് ബീൻ പ്ലസ് ഡൂയിങ്. ഇത് ഡു പ്ലസ് ING ആണ് എന്ന് കണക്കാക്കാം. ദെൻ നമുക്ക് ഈ എൻ സൗണ്ട് എപ്പോഴും വെർബുകളുടെ കൂടെയാണ്, ഉറപ്പാണ്. സ്റ്റിച്ചിങ് ആണ്. ഈ എൻ നമുക്ക് അതിലേക്ക് മാറിപ്പോകും. ഒരു ജമ്പിങ് എന്ന് വേണമെങ്കിൽ പറയാം. മോർഫിൻ ജമ്പിങ് ആണ്. ഈ എൻ അങ്ങോട്ടേക്ക് ചാടുന്നു, അത് ഡൺ ആകുന്നു. ഇത് എവിടെയും സംഭവിക്കുന്ന കാര്യമാണ്. പാസീവ് വോയിസിലൂടെ നീളാം. ഇനി ഇങ് അവിടെ അനാഥനായിട്ട് കിടക്കുകയാണ്, ആരുമില്ല, അല്ലെ? സോറി, ആ ഇങ്
നോക്കൂ ബിയോട് ചേരുന്നു. അപ്പൊ ആരായി? ബീയിങ് ആയി. ബീയിങ് ഡൺ ആയി. ഇനി നോക്കൂ ഒന്ന് ശബ്ദം മാത്രം മതി. ഈസ്. ഈസ് വന്നാൽ ആമും ആറും ഒക്കെ വരാമെന്ന ഒരു ബോധം മനസ്സിലുണ്ടാവണം. ഇനി നോക്കൂ ഇതിന്റെ ഇപ്പോഴത്തെ ഒബ്ജക്റ്റ് ഇതിന്റെ സബ്ജക്ട് പൊസിഷനിലേക്ക് വരുന്നു. ഇത് വരുമ്പോ ആമും ആറും വേണ്ട. ഇറ്റ് ഈസ് ബീയിങ് ഡൺ ബൈ ഹിം. അപ്പൊ ഹി ഈസ് ഡൂയിങ് ഇറ്റിന്റെ പാസീവ് എന്താണ്? ഇറ്റ്സ് ബീയിങ് ഡൺ ബൈ ഹിം. ഇതിന്റെ മലയാളം നോക്കൂ. ചെയ്യപ്പെട്ട്. പെടുക ഇവിടെ കയറിയിരിക്കുകയാണ്. ഇത് കൊണ്ടിരിക്കുക ഇതൊന്നും. അപ്പൊ ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലായോ? ഇതിനകത്തുനിന്ന് നോക്കൂ നിങ്ങള് ബീനിനെ എടുത്തു കളയൂ. പുൾ ഔട്ട് ബീൻ ഫ്രം ദിസ് സെന്റൻസ്. ഇവിടെ എൻ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. നിങ്ങൾ ഇതിനെ എടുത്തു കളഞ്ഞാൽ എന്ത് കിട്ടും? ഈ ING ഡു ഈസ് ഇത്രയും പേര് അതിന്റെ ബാക്കിയുള്ളത്. ഈ ING പഴയതുപോലെ ഡൂവിനോട് ചേർന്ന് ഡൂയിങ് ആയി പ്ലസ് ഈസ് ആയി. ഇനി നോക്കൂ ഹി ഈസ് ഡൂയിങ് ഇറ്റ്. ഇതാണ് ഇതിന്റെ സിസ്റ്റം. മനസ്സിലായല്ലോ? നോക്കൂ എത്ര ഈസിയാണ്. നോക്കൂ എത്ര ഈസി ആയിട്ട് നമുക്കിത് നമ്മുടെ ലോജിക്കിന് ചേരുന്നതാണ് തീർച്ചയായിട്ടും. അല്ലാതെ ഇത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇവിടെ ബൈ റൂട്ട് ലേണിങ്ങിന് യാതൊരു സ്കോപ്പും യഥാർത്ഥത്തിലില്ല. മനസ്സിലായല്ലോ? ഇത് നല്ലവണ്ണം ഡൈജസ്റ്റ് ചെയ്തെടുക്കുക. അതെ. ഇനി ഈ സെന്റൻസ് എഴുതിയിട്ട് അതിന്റെ എല്ലാ രൂപങ്ങളും നമുക്ക് പറയാൻ ഈസിയാണ്. അതുകൊണ്ടാണ് നോക്കൂ ഇത് ഈ തരത്തിൽ ഈ ക്ലാസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ ഹി ഈസ് ഡൂയിങ് ഇറ്റ്. ഇതിന്റെ എല്ലാ രൂപങ്ങളും പറയൂ. ഹി ഈസന്റ് ഡൂയിങ് ഇറ്റ് അല്ലെ? ഈസ് ഹി ഡൂയിങ് ഇറ്റ്? വാട്ട്സ് ഹി ഡൂയിങ് ഓർ ഹൗ ഈസ് ഹി ഡൂയിങ് ഇറ്റ്? ഏത് ക്വസ്റ്റ്യൻ വേണമെന്ന് നമുക്ക് ചേർക്കാം. അപ്പോ ഹി ഈസ് ഡൂയിങ് ഇറ്റിന്റെ പാസീവ് പറയൂ നീ. ഇറ്റ് ഈസ് ബീയിങ്. ബി ഇവിടെ ചേർന്നു. ഡൂൽ എൻ വന്നു. ഇറ്റ്സ് ബീയിങ് ഡൺ ബൈ. ഇറ്റ്സ് ബീയിങ് ഡൺ ബൈ. ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ ഇത് പാസീവ് ആണെന്ന് അറിയാൻ. ഇവിടെ എൻ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാസീവ് ആണ്. ഇതിന് വീണ്ടും ആക്റ്റീവ് ആക്കാൻ ഇതിനെ രണ്ടിനെയും കളഞ്ഞാൽ മതി. മനസ്സിലായോ? ഇനി ഇതിന്റെ നെഗറ്റീവ് പറയൂ. ഇറ്റ്സ് നോട്ട് ബീയിങ് ഡൺ ബൈ ഹിം. ഇറ്റ് ഈസിന്റ് ആണ്. ഇറ്റ് ഈസിന്റ്. നോക്കൂ അടുത്തതിന് ചോദ്യമാക്കൂ. ഈസ് ഇറ്റ് ബീയിങ് ഡൺ ബൈ ഹിം അല്ലെ? അടുത്തൊരു വൈ ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കൂ. വൈ ഇസ് ഇറ്റ് ബീയിങ് ഡൺ ബൈ ഹിം? വൈ ഇസ് ഇറ്റ് ബീയിങ് ഡൺ ബൈ ഹിം? എത്ര സെന്റൻസ് ആയി? ഇനി ഇതെല്ലാം ആവർത്തിച്ച് പറയൂ. ഹി ഡസ് ഇറ്റ് എവരി ഡേ. ഹി ഡസന്റ് ഡു ഇറ്റ് എവരി ഡേ. ഡസ് ഹി ഡു ഇറ്റ്? ഹൗ ഓഫൻ ഡസ് ഹി ഡു ഇറ്റ്? ഇങ്ങനെ അല്ലെങ്കിൽ വൈ ഡസ് ഹി ഡു ഇറ്റ്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് അതിനെല്ലാം പാസീവ് ആക്കുക. ഇറ്റ് ഈസ് ഡൺ. ഈസ് ഇറ്റ് ഡൺ? വൈ ഇസ് ഇറ്റ് ഡൺ? ഇറ്റ് ഈസ് ഇൻ ഡൺ. ഇതേ സെന്റൻസുകൾ വീണ്ടും പറയുക. നമുക്ക് നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയെ മനസ്സിലായില്ലേ? ഒരു ഫോസിലൈസ്ഡ് റിസ് എന്ന് പറയും. ഇപ്പോൾ ഹി ഡസ് നോട്ട് ഈറ്റ്സ് എന്ന് പറയുന്ന കുട്ടികൾ ധാരാളം ഉണ്ട്. ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലല്ലോ? അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുന്നത് നമുക്ക് ഇത്തരം ചേഞ്ചസ് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇത്തരം മാറ്റങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ലോജിക്കലി അവർ ചിന്തിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ രണ്ട് ടെൻസുകളുടെ പാസീവ് നമ്മൾ പഠിച്ചു. നോക്കൂ അടുത്ത ക്ലാസ്സിൽ ബാക്കി ടെൻസുകളുടെ പാസീവ് നമ്മൾ പഠിക്കും. അവരുടെ പാസ്റ്റ് ടെൻസുകളുടെ സ്ട്രക്ചറിങ് നമ്മൾ നോക്കിയിട്ടില്ല. അതും ബാക്കി ഇതിലിപ്പോൾ ഒരു പാസീവ് വോയിസ് മാത്രമേ ഇനി നോക്കാനുള്ളൂ. പ്രസന്റ് പാർട്ടിക് ടെൻസിന്റെ ഇറ്റ്സ് വെരി ഈസി. ഇതേ സിസ്റ്റം തന്നെയാണ് അതിൽ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മലയാളത്തിലെ പെഡ് ഈസ് ഈക്വൽ ടു ഇംഗ്ലീഷിൽ ബി. പ്രവർത്തിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? നോക്കൂ ബീൻ ഓപ്പറേറ്റ്സ് ഇൻ ദി സെയിം മാനർ അല്ലെ? അതേ രീതിയിൽ തന്നെയാണ് നോക്കൂ പെഡ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. സോ ഇത് നമുക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് മനസ്സിലാകാത്തവർ ആദ്യത്തെ വീഡിയോസ് ഉണ്ടാൽ നിശ്ചയമായിട്ട് മനസ്സിലാവും. സോ ഇഫ് യു ഫൗണ്ട് ഇറ്റ് യൂസ്ഫുൾ, ലൈക്ക്, സബ്സ്ക്രൈബ്, comment and share. So that's all for now.